Good morning, ma'am. Good morning, ma'am. Morning, ma'am. Morning, ma'am. Good morning, Good ma'am. morning, ma'am. എല്ലാവരും PDF ഒന്ന് എടുത്തോളൂ കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ PDF എല്ലാവരും കൈവശെടുക്കണേ. എന്നെ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്റെ പേര് സോളി. ഞാൻ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യില് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ PDF ഉണ്ടെങ്കിൽ കയ്യിലെടുത്ത് വെച്ചു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. കസ്റ്റമർ സർവീസ്. നിങ്ങൾ കസ്റ്റമർ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കസ്റ്റമർ സർവീസ്. എന്തെങ്കിലും അല്ലെ, എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ മിക്കവാറും ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യും അല്ലെ. ശരിക്കും ബിസിനസ്മാന്റെ ഒരു ടെക്നിക്കും കൂടിയാണ് അത്. അവര് ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെ. നമ്മൾ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് സംബന്ധമായ സാധനങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക, ഹോസ്പിറ്റലിൽ വരെ ഇതേമാതിരി കസ്റ്റമർ സർവീസ് ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സിനും എന്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു കസ്റ്റമർ സർവീസ്, ഇപ്പൊ ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ എന്താണ് നമുക്ക് കസ്റ്റമർ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യാം? വാറന്റി അല്ലെ. എത്രയും അല്ലെങ്കിൽ കുറച്ച് ഇത്രയും നാള് കേട് വന്നാലും അവര് ഈ ഡ്യൂറേഷനുള്ള കേട് വന്നാലും നിങ്ങൾ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരും അല്ലെ. പൊതുവെ അങ്ങനെയാണ്. നമുക്ക് അതിനോടുള്ള ഒരു ഇത് നല്ല ഈട് നിൽക്കുന്ന വസ്തുക്കളാകുമ്പോൾ നമുക്കത് പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും കേട് വന്നാൽ ഇത്ര നാട്ടിലേക്ക് ഒരു ഫ്രീ സർവീസ് കിട്ടും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ അതൊക്കെ പർച്ചേസ് ചെയ്യുക. അപ്പൊ അതിപ്പോ എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ ഒരു വെഹിക്കിൾ എടുക്കുകയാണെങ്കിലും നമുക്കറിയാം ആ വെഹിക്കിളില് ഇപ്പൊ ഒരു കാറൊക്കെ മേടിക്കുകയാണെങ്കിൽ അവർ ഒരുപാട് ഫ്രീ സർവീസുകൾ പറയുന്നുണ്ട്. അതില് കുറെ മാറ്റി തരും, അല്ലെങ്കിൽ അതിന്റെ ബീഡിങ് പിടിപ്പിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 പ്രാവശ്യം ഫ്രീ സർവീസ് തരും. അങ്ങനെ ഒരുപാട് ഓഫറുകൾ അവർ തരും. കസ്റ്റമർ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിനെ കുറിച്ച് നമുക്ക് പറയാം. കസ്റ്റമർ സർവീസ്, ഓൾസോ നോൺ ക്ലയന്റ് സർവീസ്, ഈസ് ദ പ്രൊഫഷൻ ഓഫ് സർവീസ് ടു കസ്റ്റമർ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എ പർച്ചേസ്. ഇവിടെ അതന്നെ പറയുന്നത്. ഇതിനെ പറയുന്ന ഒരു ക്ലയന്റ് സർവീസ്. ക്ലയന്റ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ, അതായത് നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ മേടിക്കുമ്പോൾ അതിന് ഇടയിൽ നിൽക്കുന്ന ഒരു പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു സെയിൽസ്മാൻ ഉണ്ടാവുമല്ലോ, ആ സെയിൽസ്മാൻ നൽകുന്ന ഒരു കാര്യമാണത്. ഇറ്റ്സ് എ പ്രൊവിഷൻ ഓഫ് എ സർവീസ് ടു കസ്റ്റമർ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എ പർച്ചേസ്. അതായത് നമുക്കതിപ്പോ കൊണ്ടുപോകാൻ ചിലപ്പോൾ വെഹിക്കിൾ സർവീസ് തരും. എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് ആ ടൈമില് ചിലപ്പോ ഇടയ്ക്ക് വന്നിട്ട് കേട് വന്നു കഴിഞ്ഞാൽ അത് നന്നാക്കാനായിട്ട് അത് ഉപയോഗിക്കുന്ന ടൈമില്, അതിന്റെ ആഫ്റ്റർ അല്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്യും. ഇപ്പം TV ഒക്കെ ആണെങ്കിൽ എന്താ, അത് ഫിറ്റ് ചെയ്ത് നമുക്ക് എന്താ പറയണേ, അതിന്റെ ആ ഒരു കൃത്യമായിട്ട് ചാനലൊക്കെ കിട്ടുന്നുണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തരും. അതാണ് ഡ്യൂറിങ് ടൈമില് അല്ലെങ്കിൽ ബിഫോറിൽ ഇപ്പൊ വെഹിക്കിൾ സർവീസ് തരും. അത് കൊണ്ടുവന്ന് നമുക്ക് വീടുകളിൽ എത്തിക്കാനായിട്ട്. അത് ആഫ്റ്റർ പർച്ചേസ്, ഈവൻ അത് ആഫ്റ്റർ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുകയാണെങ്കിലും അവര് ഒരു സേവനം വാഗ്ദാനം ചെയ്യും. അതിനെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോ ആ ഒരു സെന്റൻസിന് നിങ്ങൾക്ക് മനസ്സിലായോ? കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് എ ക്ലയന്റ് സർവീസ് is a provision of a service to customers before, during and after purchase. Clear ആയോ? ഈ സെന്റൻസ് നിങ്ങൾക്ക് മീനിങ് മനസ്സിലായോ? ആരുമില്ലേ? ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു ടർബാനെ 2002,
Customer service is a series of activities designed to improve the level of customer satisfaction. എന്താ പറയുന്നത് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കസ്റ്റമറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളാണ് കസ്റ്റമർ സർവീസസ്. സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത് തരാം, അല്ല നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ അതിന്റെ കുറെ ഗുണങ്ങൾ അവർ മേടിച്ചു തരും, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ സേവനങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗങ്ങൾ കുറെ ഉണ്ടെന്ന് പറയും. അങ്ങനെ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് അവർ നമുക്ക് വേണ്ടി പറഞ്ഞു തരും. ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ അതായത് മേടിക്കുന്ന വ്യക്തിയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവര് കൊടുക്കുന്ന കസ്റ്റമർ എന്താ പറയണ ക്ലയന്റ് സർവീസ്, അതായത് ആ സപ്ലയർ കൊടുക്കുന്ന ഒരു സേവനമാണിത് എന്നാണ് എന്ത് പറയുന്നത് അക്കോർഡിംഗ് ടു ടർബാനൽ 2002 നിർവചിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫീലിംഗ് ദാറ്റ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഹാസ് മെറ്റ് ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻ. അതായത് അത് തന്നെ വീണ്ടും പറയുകയാണ്, കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നത്, കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കസ്റ്റമറിന് എന്താ പറയുക ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഉണ്ടാവേണ്ട നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് കസ്റ്റമർ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം കൂടി ഇണക്കിയിട്ടാണ് ഇവര് എന്ത് ചെയ്യുന്നത്, സർവീസ് വാഗ്ദാനം ചെയ്യുന്നത്. ഫീലിംഗ് ദാറ്റ് ഡിസൈൻ, അതിന് വേണ്ടിയിട്ട് അവർ രൂപകൽപ്പന ചെയ്യുന്നു. ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ഈസ് എ ഫീലിംഗ് ദാറ്റ് product or service has met the customer expectation. കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷനും അനുസരിച്ചാണ് അവരത് ഡിസൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഹലോ, Okay. കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇത് ആരെ പ്രൊവൈഡ് ചെയ്യുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ സെയിൽസ്മാൻ ആണ്, അങ്ങനെ വിളിക്കുന്ന വേറൊരു പേരാണ് ക്ലയന്റ് സർവീസ്. അങ്ങനെയൊക്കെ നമ്മൾ പേരുകൾ ഇപ്പൊ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിയുടെ വേറെ അതർ നെയിം ഓഫ് കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ ക്ലയന്റ് സർവീസ് എന്ന് പറയും. ഈ വ്യക്തിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് സെയിൽസ്മാൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ. ഇനിയിപ്പോ ഹോസ്പിറ്റലാണെങ്കിലും ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും, അതായത് ഹോസ്പിറ്റലിന്റെ നിർവഹിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യും. ഓൾസോ ത്രൂ ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസസ്, ഇത് അതേമാതിരി തന്നെ ഇന്റർനെറ്റ് സർവീസ് ഉണ്ട്. നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ഇപ്പോ ഇന്റർനെറ്റ് യുഗമാണല്ലേ, അപ്പൊ ഈ സർവീസുകളെല്ലാം നമുക്ക് തരുന്നത് ഓട്ടോമേറ്റഡ്. നമ്മളിപ്പോ നേരെ അവിടെ ഇൻഫോം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നേരിട്ട് ഇങ്ങോട്ടും തിരിച്ച് റിപ്ലൈ തരും. അങ്ങനെ സർവീസുകളെല്ലാം ഇന്റർനെറ്റ് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഓൾസോ ത്രൂ ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസസ്. The medical receptionist is often the first person with whom patient has with the medical facility. മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആയിട്ടുള്ള സൗകര്യം. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചീട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ ഒരു 8 അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് വീണ്ടും ചീട്ട് എടുക്കാൻ പേ ചെയ്യേണ്ടി വരില്ല, ചീട്ടിന്റെ പൈസ പ്രൊവൈഡ് ചെയ്യേണ്ടി വരില്ല അല്ലെ. മിക്കവാറും സ്ഥലങ്ങളിൽ അങ്ങനെ, ചില സ്ഥലങ്ങളിൽ ചിലപ്പോ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പേ ചെയ്യേണ്ടി വരും. മിക്കവാറും ചീട്ട് എടുക്കാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു പ്രാവശ്യം ചീട്ട് എടുത്ത് പോകുന്നു, നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും കുറയുന്നില്ല, വീണ്ടും നമ്മൾ ചീട്ട് എടുക്കാൻ പോകുമ്പോൾ അവര് പേയ്മെന്റ് ഈടാക്കുമല്ലോ. ഒരു വിധി ഒരു 7 days ഒക്കെ ആയിരുന്നു. അതൊരു തരത്തിലുള്ള സേവനമാണ്, അതൊരു കസ്റ്റമർ സർവീസ് പോലത്തെ ഹോസ്പിറ്റലിൽ നൽകുന്ന ഒരു സേവനമാണ്. അതിനുശേഷം വീണ്ടും അത് ഡേറ്റ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും അവരിപ്പോ 300 ആണ് ആ ഒരു ചീറ്റിന്റെ റേറ്റിംഗ് അവർ വീണ്ടും 300 മേടിക്കും അല്ലെ. അങ്ങനെയല്ലേ നമ്മൾക്ക് അറിയാലോ. അത് നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ, അനുഭവമില്ലേ? ഹലോ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതൊരു തരം ഒരു കസ്റ്റമർ സർവീസ് ആണ്, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഒരു സേവനമാണത്. അതാ പറയുന്നത് ഓട്ടോമേറ്റഡ്. ഇത് എന്താ പറയുക, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഓഫർ ഫസ്റ്റ് പേഴ്സൺ. ഇത് നൽകുന്ന വ്യക്തി ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. അത് ആരാന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, അത് ഫസ്റ്റ് പേഴ്സൺ ആണെന്ന് നമ്മൾ പഠിച്ചു. ഹോം പേഷ്യന്റ് ഹാസ് വിത്ത് മെഡിക്കൽ ഫെസിലിറ്റി. മെഡിക്കൽ ഫെസിലിറ്റി നൽകുന്ന ഫസ്റ്റ് പേഴ്സൺ ആയ റിസപ്ഷനിസ്റ്റ് ആണ് പൊതുവെ ഇത് നമുക്ക് നൽകുന്നത്, ഏത് കസ്റ്റമർ സർവീസ് നൽകുന്നത് അല്ലെ. നമുക്ക് ചീറ്റിന്റെ കാര്യം എപ്പോഴും അവിടെ തന്നെയാണ് നമ്മൾ പോവാറ്, അവിടെ തന്നെ നമുക്ക് കിട്ടാറ്. ഓക്കെ, ആ പാരഗ്രാഫിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു ചെറിയ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് ആ പാരഗ്രാഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ OP ടിക്കറ്റിന്റെ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. Giving patient individual attention can go a long way in establishing their positive experience with the facility.
ഇത് അതേമാതിരി തന്നെ പേഷ്യന്റിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകാനായിട്ട് ഈ എന്താ പറയാ ഈ പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്കത് വെളിപ്പെടുത്തി തരുന്നത് അല്ലെ. ഗിവിംഗ് പേഷ്യൻസ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ക്യാൻ ഗോ എ ലോങ് വേ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദർ പോസിറ്റീവ് എക്സ്പീരിയൻസ് വിത്ത് ദ ഫെസിലിറ്റി. ഈ ഫെസിലിറ്റി വളരെ നാള് മുമ്പേ നമുക്ക്, അതായത് ഈ പേഷ്യന്റ് ഉള്ളിടത്തോളം നാളെ നമുക്ക് കിട്ടും ഇല്ലേ. ഈ പേഷ്യന്റ് ഇപ്പോ ആ ഹോസ്പിറ്റലിൽ നമ്മൾ എന്നൊക്കെ പോകുന്നുണ്ടോ അന്നെല്ലാം ഈ ഫെസിലിറ്റി നമുക്ക് കിട്ടും. അതായത് ഇത്രയും ഡേറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക പേയ്മെന്റ് ഇത്രയും ഒരു അളവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ മനസ്സിലാക്കുക. കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ് നോൺ ക്ലയന്റ് സർവീസ് ഇസ് ദ പ്രൊവിഷൻ ഓഫ് സർവീസ് ടു കസ്റ്റമർ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എ പർച്ചേസ്. ഒരു നമ്മളൊരു ബിസിനസ്സിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടിവിയോ ഫ്രിഡ്ജോ അതൊക്കെ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കറിയാം. അതായത് ഒരു സാധനം മേടിക്കുന്നതിന് മുമ്പ് മേടിച്ച് ഫിറ്റ് ചെയ്ത് ആഫ്റ്റർ കുറച്ച് നാളെ അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ അത്ര പ്രോപ്പർ ആയിട്ട് പോകുന്നില്ലെങ്കിൽ ഇടയ്ക്ക് അവരുടെ സേവനങ്ങളൊക്കെ തരും. According to Turban LR 2002 customer services, a series of activities designed to improve the level of customer satisfaction. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവരിങ്ങനെ പറയും നമുക്ക് വേണ്ടിയിട്ട് ഈ സേവനം കിട്ടും. അതിന്റെ നമ്മൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് ഇഷ്ടംപോലെ നമ്മളിങ്ങനെ അവരിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കാണാം അല്ലെ. ഇപ്പൊ ഇപ്പൊ ഒരു ഗോൾഡ് മേടിക്കാൻ പോയാലും വരെ സേവനങ്ങളുണ്ട്. ഇത്രയും നാളെ മുമ്പ് നിങ്ങളത് എന്താ പറയാ സാധനം മേടിക്കുകയാണെങ്കിൽ പണിക്കൂലി ഒന്നും ഇല്ലാതെ ഇന്ന ടൈമിൽ നിങ്ങൾ മേടിക്കുമ്പോൾ കിട്ടും. അങ്ങനെ ഇപ്പൊ എല്ലാവരും ഒരു തരം ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളെ കസ്റ്റമേഴ്സിനെ അവർ വെൽക്കം ചെയ്യുന്ന ഒരു രീതിയാണ്. Customer service can be product or service has met the customer expectation. Customer service can be given by salesman or hospital executives. So also through automated internet service. ഇതെല്ലാം നമുക്ക് ഇന്റർനെറ്റ് വഴിയിട്ടും ഈ സർവീസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോഴത്തെ കാലത്ത് പോയൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇപ്പോ എന്താ പറയുക മെയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ SMS വഴി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും, തിരിച്ച് റിപ്ലൈ നമുക്ക് തരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പെട്ടെന്നുള്ള ക്വിക്ക് ആക്ഷനുള്ള ഒരു കാലഘട്ടമായി. അതുകൊണ്ട് ആ ഒരു ഇതാണ് പറയുന്നത് ഓട്ടോമാറ്റിക് ഇന്റർനെറ്റ് സർവീസ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്. The medical receptionist is often the first person with whom patient has with the medical facility. Giving patient individual attention can go a long way in establishing their positive experience with the facility. ഇപ്പൊ നമ്മൾ പറഞ്ഞു അത് റിസപ്ഷനിസ്റ്റ് ആണ് നമ്മുടെ കാര്യത്തില് നമുക്ക് എന്താ പറയുക ഈ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു. ആ എക്സാമ്പിളിൽ OP ടിക്കറ്റ് ഒരു വിത്തിൻ 7 ഡേയ്സിനുള്ള നമുക്ക് വീണ്ടും പേ ചെയ്യേണ്ട ഒരു കാര്യം വരില്ല. അത് എത്രത്തോളം നമ്മൾ നാളെ ആ പേഷ്യന്റ് അവിടെ ഉണ്ടോ അത്രത്തോളം നാളെ നമുക്ക് ആ സേവനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കും. അതായത് ഇതിൽ നമ്മൾ എടുത്ത് ഡോക്ടറെ കാണുന്ന ഒരു നിശ്ചിത കാലഘട്ടം, അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ ഈ പാരഗ്രാഫ്? ഒരു ചെറിയ പാരഗ്രാഫ് ആണ്, ഒന്നും പ്രത്യേകിച്ച് അതിന് ഇത് ഒരു എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ അതുമായി ഡീറ്റെയിൽസ് ഒന്നും ആയിട്ടില്ല. ഓക്കെ, ആരും റെസ്പോണ്ടില്ല. ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. വാട്ട് ഈസ് CRM? CRM എന്താണെന്ന് നോക്കാം. നമ്മള് ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലൊക്കെ പോയി ഷീറ്റൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവര് എന്താ പറയാ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ അവിടെയുള്ള ഫ്രണ്ട് ഓഫീസിലുള്ളവരെ CRM റിപ്പോർട്ട് ചെയ്തിരുന്നില്ല അവര് എങ്ങനെയാ. അപ്പൊ നമുക്കൊന്നും മനസ്സിലാവില്ല ഇത് എന്താണ് ഇവര് പറയുന്നത്. ഇതൊരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്താ CRM എന്നുള്ളത്. എന്താണെന്ന് നോക്കാം. CRM stands for Customer Relationship Management. As the name indicates, CRM software is a system for managing relationships with the customers. അതായത് അതൊരു നമ്മളിപ്പോ എന്തിനും ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ പറയാ എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട്സ് ആണെങ്കിൽ ടാലി യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് CRM. ഈ CRM എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അതായത് നമ്മള് പേഷ്യന്റും ആ ഹോസ്പിറ്റലുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു
സിസ്റ്റമാണ്. അതായത് സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ഇൻഫോർമേഷൻസ് എല്ലാം സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മളുടെ ആ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടാണ് അവിടുത്തെ എന്താ പറയാ അവിടുത്തെ ഓഫീസേഴ്സ് എല്ലാം തീരുമാനിക്കുന്നതൊക്കെ. നമ്മൾ എന്തൊക്കെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത് എന്ന് പറയുന്നതനുസരിച്ചാണ് അവർക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്ത് തരാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ട് വേണം അവർക്കും അവരുടേതായ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യുന്നത് എന്താണ്, ഈ CRM എന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ്. ഓക്കെ അല്ലേ? ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് ഈ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റം. അതിലെ ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതാണ് CRM. CRM stands for Customer Relationship Management. As the name indicates, CRM software is a system for managing relationship with the customers. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് വായിച്ച് വരുമ്പോ ഹെഡിങ് ഒക്കെ എന്താ പറയാ അതിന്റെ താഴേക്ക് നോക്കി ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു CRM സോഫ്റ്റ്വെയർ സാമ്പിളൊക്കെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്, ആ ഇൻഫോർമേഷൻസ് വെച്ച് കണ്ട അവര് ഇതിലേക്ക് എന്ത് ചെയ്യും, ഏത് ഡോക്ടറിനെയൊക്കെയാണ് നോക്കുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പറയുന്നത് CRM എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. As the name indicates, CRM software is a system for managing relationship with the customers. What is health care CRM? ഹെൽത്ത് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ CRM എന്താണെന്ന് നമ്മൾ ഒന്നുകൂടി കൃത്യമായിട്ട് വൈകായിട്ട് പഠിക്കാം. Health care customer relationship management can manage a complete database on patient that are recorded securely and cannot be accessed by third parties. ഓക്കെ, ആ ഒരു പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ് ഈ കംപ്ലീറ്റ് ഡാറ്റാബേസ്. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും, അപ്പൊ നമ്മുടെ പേരെന്താണ്, പേഷ്യന്റിന്റെ പേരെന്താണ്, ഏജ് എന്താണ്, ഏത് പ്ലേസിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് പോളിസി ഉണ്ടോ, പിന്നെ നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ മെഡിസിൻ ഒക്കെ കഴിക്കണം, അങ്ങനെ ഒരുപാട് നമ്മളുടേതായ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം അവരെന്ത് ചെയ്യും, പേഷ്യന്റിന്റേതായ എല്ലാ ഡീറ്റെയിൽസും അവർ ക്യാച്ച് ചെയ്യും. അതായത് അവര് റെക്കോർഡ് എന്താ പറയാ ടൈപ്പ് ചെയ്ത് അതിൽ സൂക്ഷിക്കും, ഇൻഫോർമേഷൻസ് ഒക്കെ സൂക്ഷിക്കും. On the patient that are recorded securely എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ ഇൻഫോർമേഷൻസ് ആരെങ്കിലും വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു സെക്യൂരിറ്റി ഒരു എന്താ പറയാ വിശ്വസ്തമായ ഒരു സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് പരസ്യമായിട്ട് കൊടുക്കാനായിട്ട് അവര് ശ്രമിക്കില്ല. അത് സ്വകാര്യതയോട് കൂടിയിട്ട് അവരെ സൂക്ഷിച്ചു വെക്കും. ആൻഡ് cannot be accessed by the third parties. മറ്റുള്ള പാർട്ടീസിലേക്ക് അവര് കൊടുക്കുകയില്ല. എന്തോ പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അവര് പറയുന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ cannot be തേർഡ് പാർട്ടീസിനൊന്നും കൊടുക്കൂല, അതായത് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യില്ല അവരുടെ. പക്ഷെ പേഷ്യൻസിന്റെ എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്ത് വെക്കും, ഡാറ്റകളെല്ലാം അവരുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യും, റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ അങ്ങനെയെല്ലാം എന്താ പറയാ ഇൻഫോർമേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യും, അതായത് ടൈപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെക്കും. Okay, healthcare customer relationship management can manage a complete database on a patient that are recorded രേഖപ്പെടുത്തിയിരിക്കും securely and cannot be accessed by third parties. മറ്റു പാർട്ടീസിനൊന്നും അത് ആ വിവരങ്ങളൊന്നും കൈമാറില്ല. അസിസ്റ്റഡ് ബൈ വിവരങ്ങളൊന്നും ബൈ തേർഡ് പാർട്ടീസ്, മറ്റുള്ള തേർഡ് പാർട്ടീസിക്ക് കൈകാറാതെ അത് സൂക്ഷിച്ചിരിക്കും. The CRM medical software can easily provide the information required to the patients through text, phone calls or email from anywhere at any time. ഇത് ചിലപ്പോൾ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ മെഡിക്കൽ സോഫ്റ്റ്വെയർ ഈസിലി പ്രൊവൈഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോ എന്തെങ്കിലും സമയങ്ങളിൽ എന്തെങ്കിലും മെസ്സേജുകൾ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫോൺ നമ്പറിലേക്കൊക്കെ അവർക്ക് തിരിച്ചു തരാൻ പറ്റും, അല്ലെങ്കിൽ ഇമെയിലേക്കൊക്കെ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് മേടിക്കാൻ ഇപ്പൊ പണ്ടത്തെ അതിലെ പോകണമെന്നില്ല, നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചത് വാട്സപ്പിലൊക്കെ ചിലപ്പോൾ മെയിൽ ചെയ്ത് തരും. പിന്നെ ആ ഒരു ഇതെടുത്തിട്ട് നമ്മൾ ഡോക്ടറിനെ കാണേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ്
നമുക്ക് ഈ എന്താ പറയാ നെറ്റ് ഇതെല്ലാം യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ മെഡിക്കൽ സോഫ്റ്റ്വെയർ ക്യാൻ ഈസിലി, അതൊരു ഈസി ഫംഗ്ഷൻ കൂടിയാണ്. പേഷ്യന്റ് ത്രോ ടെസ്റ്റ് ഫോൺ കോൾ വഴിയോ ഇമെയിൽ വഴിയോ വേറെ എനി ടൈം, ഏത് ടൈമിലും നമുക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. Furthermore, this information can also be used by hospital to keep them informed on personalized care as a type of marketing measure. അതായത് ഇത് കൂടാതെ ഇത് കൂടാതെ ദിസ് ഇൻഫോർമേഷൻസ്, ഈ ഇൻഫോർമേഷൻസ് can also be used by ഹോസ്പിറ്റലുകാർക്കും ഇത് ഉപകാരപ്പെടുത്തണം അല്ലെ. നമ്മള് ഏത് പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞിട്ടാണ് അവര് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ടു കീപ് ദം ഇൻഫോംഡ് ഓൺ പേഴ്സണലൈസ്ഡ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എന്താ പറയുക, പേഴ്സണലി കെയർ ചെയ്യേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് ആണോ ഇതിൽ നിന്ന്. ആസ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് മെഷേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ നമ്മുടെ ഇതനുസരിച്ചാണ് ഇപ്പൊ കുറെ സംഗതികളെല്ലാം അവര് കൈകാര്യം ചെയ്തത്. ഇപ്പൊ സ്കാനിങ് സെന്ററിലാണെങ്കിലും ലാബ് സെന്ററിലാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടി നോക്കിയിട്ടാണ് അവര് കുറെ സാധനങ്ങൾക്ക് ഓർഡർ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഇന്ന സാധനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വ്യക്തികളുണ്ട് എന്നൊക്കെ ഈ ഇൻഫോർമേഷനിൽ നിന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതാണ് പറയുന്നത് പേഴ്സണലൈസ്ഡ് കെയർ ആസ് എ ടൈപ്പ് ഓഫ്, അവർക്ക് അങ്ങനെ കൊടുക്കേണ്ട എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ആവശ്യകതയുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ, അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, ഇത്തരം മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന ചിലപ്പോ ഇപ്പോ എക്സസൈസ് ഒക്കെ ചെയ്യാനൊക്കെ ഡോക്ടേഴ്സ് പറയുന്നു. അപ്പൊ ഇന്ന ചില എന്താ പറയുക ശ്വാസം ഒക്കെ എടുക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് ചില എക്യുപ്മെന്റ്സും കൂടി ഇപ്പൊ പറയുന്നുണ്ട്. അത് മേടിച്ച് നിങ്ങൾ ഇങ്ങനെ എന്നും ഇത് ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്നും ശ്വാസത്തിലേക്ക് ഓരോ മാറ്റങ്ങൾ വരും. ഇപ്പൊ മിക്കവാറും കോവിഡിനൊക്കെ ശേഷം അതൊക്കെ മിക്ക പേഷ്യൻസിനും നിർദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ എക്യുപ്മെന്റ്സ് ഒക്കെ വേണോ വേണ്ടതെന്നൊക്കെ അറിയാനായിട്ടും ഈ ജസ്റ്റ് ആ പേഷ്യന്റിന്റെ കറക്റ്റ് ആ ഇൻഫോർമേഷനിൽ നിന്നും മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. CRM is in healthcare not only store patients' contact information, but it also give a comprehensive overview of their medical history, appointments, and prescriptions. അപ്പൊ അതെന്നെയാണ് പറയുന്നത്. അത് കോംപ്രഹെൻസീവ് ഓവർവ്യൂ, മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ്, അവരൊക്കെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് എന്താ പറയാ ഡോക്ടേഴ്സിനെ കാണുന്നല്ലേ, അവര് ഡോക്ടേഴ്സ് തരുന്ന പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് മെഡിക്കൽ എങ്ങോട്ടേക്കൊക്കെ തിരിക്കണേന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസും എല്ലാ ഇൻഫോർമേഷൻസും കീപ്പ് ചെയ്യുന്നത് എവിടെ ചെയ്യാറുള്ളതാണ്. As well in short, the availability of medical CRM help the healthcare industry to offer the instant service solutions and improve the overall performance of the hospital. ഇനി അവിടെ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്തരം സേവനങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞാലേ നമുക്ക് അവിടെ ട്രീറ്റ് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. മിക്കവാറും ഹോസ്പിറ്റലിൽ സാധാരണ പനിക്കും ജലദോഷത്തിനൊന്നും ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും വേണ്ട. പക്ഷെ വലിയ പല രോഗങ്ങൾക്കും ചില കൗൺസിലിംഗ് സെന്ററോ അല്ലെങ്കിൽ എന്താ പറയാ എക്സസൈസ് ചെയ്യാനുള്ള സെന്ററോ അല്ലെങ്കിൽ നല്ല സ്കാനിങ് ഫെസിലിറ്റി തരുന്നതാണോ, അതെല്ലാരും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾക്ക് മനസ്സിലാകാനായിട്ട് എന്താണ് ഈ CRM നിന്നും മനസ്സിലാക്കി അവര് പറഞ്ഞു തരും. നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസില് ഈ ഹോസ്പിറ്റലുകാരും നമ്മളോട് പറയും ഇന്ന കാര്യങ്ങളെല്ലാം ഇവിടെ സേവനമൊക്കെ ഉണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇത്രയും ഫെസിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പേഷ്യന്റിനും സഹായിക്കും. അതുപോലെ ഷോർട്ട് ദ അവൈലബിലിറ്റി ഓഫ് മെഡിക്കൽ CRM helps the healthcare industry to offer instant service solutions and improve the overall performance of the hospital. അതായത് ഹോസ്പിറ്റലിൽ എന്തൊക്കെ നമ്മളുടെ ഈ ഡീറ്റെയിൽസ് വെച്ച് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് നമുക്കും മനസ്സിലാക്കി തരുന്നത് എന്ത് വഴിയാണ് CRM നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായോ? ഒരു CRM എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിലേക്ക് നമ്മൾ കുറെ പേഷ്യൻസ് കുറെ ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്. ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഹോസ്പിറ്റലുകാർക്കും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കും ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇതെല്ലാം സെക്യൂർ ആയിരിക്കും. അതായത് എപ്പോഴും ഒരു സീക്രസി യൂസ് ചെയ്തിട്ടായിരിക്കും അവരിത് കൈകാര്യം ചെയ്യുന്നത്. ഇൻഫോർമേഷൻസ് ഒന്നും തേർഡ് പാർട്ടീസിനെ ഒന്നും അറിയിക്കാനായിട്ട് ഹോസ്പിറ്റലുകാർ തയ്യാറാവൂല. പക്ഷെ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്ന അനുസരിച്ചാണ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുക, ഇന്ന ഡോക്ടറെ കൊണ്ട് കാണിക്കുക. ഇപ്പൊ ഒരുപാട് അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള ഡോക്ടേഴ്സാണ് ഉള്ളത്. നമുക്ക് ആവശ്യം എന്താണെന്ന്
നമ്മളോട് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ക്ലിയർ ആയിരിക്കണം. അപ്പൊ അവര് പറയും ഇന്ന ഡോക്ടറെ കാണിക്കണം, ഇതാണ് നിങ്ങളുടെ ആവശ്യം, ഈ ഫെസിലിറ്റീസ് ഇവിടെ ഡോക്ടർ ഉണ്ട്. അപ്പോ അതെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് CRM പറ്റും എന്നാണ് പറയുന്നത്. CRM എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ എന്താണ് CRM എന്നുള്ളത്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഹലോ ഹലോ മനസ്സിലായി. അപ്പോ ഞാൻ ഒന്നുകൂടി പറയേണ്ടതില്ലല്ലോ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാലോ. പിന്നെ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്കും പോറ് എന്താ പറയാ നമ്മുടെ പോർഷൻസും പോവില്ല. അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോവാലോ, കണ്ടിന്യൂ ചെയ്യട്ടെ? ഇനി അഡ്വാൻറ്റേജസ് പറയാം. അഡ്വാൻറ്റേജസ് എന്താണ്, ഇതിന്റെയൊക്കെ ഗുണങ്ങൾ എന്താണ്? Comprehensive patient management software can do all the tasks in relation with the managing appointments. അപ്പോ നമ്മൾ പറഞ്ഞു ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ഇൻഫോർമേഷൻസ്, പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ CRM വഴി കളക്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഈ കോംപ്രഹെൻസീവ് പേഷ്യന്റിന്റെ ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്താണ് ഒരു മാനേജ്മെന്റ് അപ്പോയിന്റ്മെന്റ്, നമുക്ക് എന്ത് അപ്പോയിന്റ്മെന്റ് തരണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ? അതാണ് പ്രധാനപ്പെട്ട ഇത്. നമ്മൾ ഏത് ഡോക്ടറെ കാണണോ, ഏത് ഡോക്ടർക്കാണ് ഇത് കിട്ടേണ്ടത് എന്നുള്ള ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് എന്താ ചെയ്ത് ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻ വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. നമുക്ക് എന്ത് അപ്പോയിന്റ്മെന്റ്സ് നേടിയെടുക്കാൻ സാധിക്കും. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് collaboration. A hospital or a private practice has many departments that must work in agreement to provide the best patient experience. എന്താ പറയുന്നത്? മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? സഹകരണം. ഒരു എന്താ പറയാ ഒരു ഈ പല പല ഡിപ്പാർട്ട്മെന്റുകളാണ് ഹോസ്പിറ്റലുള്ളത് അല്ലേ? നമുക്ക് അറിയാം അതില് കുറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്താ പറയാ ഡയഗ്നോസിസ് ഉണ്ട്, യൂറിനറിയുമായി ബന്ധപ്പെട്ട അതെല്ലാം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നെർവുമായി ബന്ധപ്പെട്ട വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ? നെർവുകളുടെയൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതേപോലെ ഹേർട്ട് ആണെങ്കിൽ കാർഡിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് വേറെ ആയിരിക്കും. നേത്ര വിഭാഗം എന്ന് പറയുന്നത് അത് വേറൊരു വിഭാഗമായിരിക്കും. അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ? നമ്മൾക്ക് ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റൽസ് എന്നാൽ അങ്ങനെ അറിയാം. ഈ ഹോസ്പിറ്റൽ or private practice has a many departments that must work in agreement to provide the best patient experience. നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഈ സാധിക്കും. ഇങ്ങനെ മൾട്ടി ഡിപ്പാർട്ട്മെന്റ് അവരുടെ സഹകരണത്തിലുണ്ട്. നമുക്ക് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ പെട്ടെന്ന് പാസ് ചെയ്യാൻ സാധിക്കും. ഈ റിസപ്ഷനിസ്റ്റ് പെട്ടെന്ന് തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഇത് കൊടുക്കേണ്ടതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് അവർ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫയൽ ചെയ്യും. അപ്പൊ അവിടെ നിന്ന് ഇൻഫോർമേഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ട് വേണം നമുക്ക് ഇന്ന അപ്പോയിന്റ്മെന്റ് കിട്ടുന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് അല്ലെ? അപ്പൊ അത് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. CRM system can also collect and organize reports that will be beneficial is a healthcare organization. എന്താ പറയണം? that will beneficial is a healthcare organization. അതായത് ഹോസ്പിറ്റലിന്റെ തന്നെ മൊത്തത്തിലുള്ള ഒരു എല്ലാം നല്ല ബെനിഫിഷ്യൽ, അതായത് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് CRM വളരെ ഹെൽപ്ഫുൾ ആണ്. These reports can be regarding patients' request or complaints, referrals or internal issues like medical equipments malfunctioning. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഒരു പേഷ്യന്റിനെ കൊണ്ട് ചെല്ലണം. ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ പ്രായമായവർക്കൊക്കെ സ്ട്രോക്ക് ഒക്കെ വരുന്ന ഒരു സംഭവമുണ്ട് അല്ലെ? സ്ട്രോക്ക് ഒക്കെ വരുമ്പോൾ നമ്മള് വിതിൻ ഇത്ര അവേഴ്സിനുള്ളിൽ കൊണ്ടുപോയി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ മെഡിസിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് റിക്കവർ ആയി പോകും. അതല്ലെങ്കിൽ അവർ ചിലപ്പോൾ തളർന്നു പോകുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൊണ്ടുപോകുന്ന ടൈമില് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ആണ് ഈ റിസപ്ഷനിസ്റ്റ് അതിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഇന്ന വ്യക്തി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആളിങ്ങനെ കാണിച്ചു, ഈ സിംറ്റംസ് കാണിച്ചു,
ഈ സിംറ്റംസ് കാണിച്ചിട്ട് ഇത്ര ടൈം ആയിട്ടുള്ളൂ, ഇന്ന വ്യക്തിക്ക് എന്താന്നുള്ളത്. അപ്പൊ അവര് തന്നെ ഈ ഇതിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇത്ര മണിക്കൂറിനുള്ളിൽ കൊണ്ടുവന്ന് ഇതാണ് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് നമ്മള് എത്തിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഹോസ്പിറ്റലിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ കൊണ്ടുചെന്നാൽ മാത്രം പോരെ, ഈ വ്യക്തിക്ക് ചില കാര്യങ്ങളുണ്ട് എന്നുള്ള ഈ മെഡിസിൻ കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ സ്ട്രോക്ക് വന്ന പേഷ്യൻസിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവുന്നതിന് അവർ വേറെ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇന്നർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവർക്ക് ആ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ക്ലോട്ടിന് രക്തം നിൽക്കുന്ന ആ ഒരു ഇത് ഫ്ലോ ഉണ്ടാവുന്ന സമയമാണ് ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ. അത് ഓവർഫ്ലോ ആയ വേറെ എന്തെങ്കിലും ഇന്നർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവർ പിന്നെ അതോടുകൂടി ഉള്ളതോടി പോകും. അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഇവർ അത് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് അവരതിലേക്ക് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിത്തിൻ മണിക്കൂറിനുള്ളിലൊക്കെയാണ് നമ്മൾ എത്തിക്കേണ്ടത്. അപ്പൊ ഈ വ്യക്തി ഇന്നർ ബ്ലീഡിങ് ഉള്ള വ്യക്തിയാണ്, നമ്മൾ കൊണ്ടുപോകണ വഴിക്ക് നമ്മൾ എവിടെയെങ്കിലും ബ്ലഡ് ഇങ്ങനെ പോയത് കണ്ടു അല്ലെങ്കിൽ യൂറിനറിയില് നമുക്ക് തോന്നി, അങ്ങനെയൊക്കെ നമ്മൾ അവിടെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യാം, ഉള്ളിലുള്ള ഒരു സ്കാനിങ് ചെയ്യും അല്ലെ. ഇപ്പൊ കുറെ സൗകര്യങ്ങളുണ്ട്. അപ്പൊ അവർ ആ ഉള്ളിലൂടെയുള്ള സൗകര്യത്തിൽ ഇന്നർ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം കണ്ടെത്തും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആദ്യം അതിനെ നിർത്തിയതിനു ശേഷം മാത്രമേ ഈ സ്ട്രോക്കിന്റെ മെഡിസിനൊക്കെ കൊടുത്തു തുടങ്ങുള്ളൂ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ, അതായത് പേഷ്യന്റിന്റെ കൂടെ വരുന്ന കൊടുക്കുന്ന വ്യക്തികളുടെ ഇൻഫോർമേഷൻസ് ആണ് കൂടുതലും ഇവർക്ക് മനസ്സിലാകുന്നത്. അതാണ് പറയുന്നത് നമ്മൾ കംപ്ലൈൻസ് അല്ലെ. അതേമാതിരി നമുക്ക് ഇന്നെ കംപ്ലൈന്റ് ചെയ്യുന്നത് എന്ത് കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇതിന്റെ കാര്യമോ പറഞ്ഞത് സ്ട്രോക്കുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ ഒന്ന് വീണു, അപ്പൊ ഒന്ന് എന്താ പറയുക ഇത്ര സമയത്തിനുള്ള വീണിട്ട് കൈ ഇങ്ങനെ അപ്പിന് വേദന ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് വേദന എടുക്കുന്നത്. അപ്പൊ എന്തും ആ കംപ്ലൈൻസ് എന്തെങ്കിലും പറയാനായിട്ട് എല്ലാം നമ്മളിതില് നമ്മുടെ റിക്വസ്റ്റ്, നമുക്ക് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ളത് ഇന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലെന്ന് പറയാനായിട്ടും ഈ ഇൻഫോർമേഷൻസിലൂടെയാണ് നമ്മൾ പറയാൻ സാധിക്കുന്നത്. ഇന്റേണൽ ഇഷ്യൂസ് ലൈക്ക് മെഡിക്കൽ ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ മാതിരി ഇന്റേണൽ ഇങ്ങനെ പ്രോബ്ലംസ് തോന്നുന്നുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കും മുമ്പ് നമ്മളിങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോയപ്പോ ഒരു ചെറിയ ബ്ലീഡിങ് കണ്ടു, അതെല്ലാം പുറത്ത് കാണുന്നതല്ല, പുറത്ത് അങ്ങനെ അല്ലെ. അപ്പൊ അത് ഇന്റേണൽ ഇഷ്യൂസ് ആയിരുന്നു എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്കും അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മെഡിസിൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടേഴ്സിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ് മാൾ ഫങ്ഷനിങ് ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടാണ് അവർ ഏത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മെഡിസിൻ ആണ് യൂസ് ചെയ്യുന്നത്, ഏത് എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നതൊക്കെ തീരുമാനിക്കും. Okay, so CRM system can also collect and organize the reports that will be beneficial is the healthcare organization. The organization these report can be regarding patient request and request complaints and complaint എന്താ പറയുക, അത് നമുക്ക് എപ്പോഴെങ്കിലും പറയാനേ സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മളുടേതായ സെൽഫ് ഡോക്ടറെ കാണുന്നതിന് ആവശ്യമായ കാര്യങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത്. റെഫറൻസ് ഇന്റേണൽ ഇഷ്യൂസ് ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഫങ്ഷനിങ്, നമുക്ക് എന്തൊക്കെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ വേണ്ടി വരും എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും. Save time and resources. Each doctor and nurses at your hospital or private practices can automate their calendars with CRM software. അല്ലെ. അപ്പൊ അവർക്ക് അതേമാതിരി തന്നെ സേവ് ടൈം ആൻഡ് റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയവും നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണല്ലോ ഈ സമയം, നമ്മുടെ നല്ല നല്ല കഴിവുകളും ഈ റിസോഴ്സുകൾ ഇതെല്ലാം ഈച്ച് ഡോക്ടേഴ്സിന്റെ സമയവും അവരുടെ കഴിവുകളെല്ലാം അതേമാതിരി നേഴ്സുമാരുടെയും യുവർ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ക്യാൻ ഓട്ടോമാറ്റിക് ദെയർ കലണ്ടേഴ്സ് വിത്ത് CRM സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അവരെല്ലാം അത് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. അതായത് ഈ സോഫ്റ്റ്വെയർ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിലൂടെയുള്ള ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് അവരവരുടെ ടൈം അങ്ങോട്ടേക്ക് പോകണം അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പേഷ്യൻസിനെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് കൈകാര്യം ചെയ്താൽ മതി. ഇപ്പൊ CRM കിട്ടുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ച് ഡോക്ടറെ പെട്ടെന്ന് വരണം, ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്, നമുക്ക് ക്രിട്ടിക്കലാണ് എന്നൊക്കെ അറിയുന്നതനുസരിച്ചിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡോക്ടർ പേഷ്യന്റിനെ ആദ്യം ചെക്ക് ഇങ്ങനെ ഡോക്ടറുടെ മുമ്പിലുള്ള പേഷ്യൻസിനെ
കൈകാര്യം ചെയ്ത് പോയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ CRM-ത്തിന് അനുസരിച്ച് CRM സോഫ്റ്റ്വെയറിന് അനുസരിച്ചിട്ടാണ് save time, resources, each doctors and nurses at your hospital or private practices can automate their calendars. Calendars എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർക്കുകൾ, അവരുടെ റൂട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യും. Reduce errors in medical bills. അതേമാതിരി തന്നെ ഇതിപ്പോ നമ്മളിങ്ങനെ ഡോക്ടേഴ്സുമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പേഷ്യന്റ് ഡോക്ടറുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞു, എക്യുപ്മെന്റ്സിന്റെ കാര്യമാണ്. ഇതേമാതിരി തന്നെ എറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽസ്, നമ്മൾ കൊടുക്കുന്ന ബില്ലുകളെല്ലാം അതിലെല്ലാം എന്തെങ്കിലും വെരിഫിക്കേഷൻ ഇപ്പൊ താഴേക്ക് വരുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കുറെ സെക്ഷനുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ മെഡിക്കൽ ബില്ലുകളെല്ലാം എടുക്കുന്നതും ഈ റിസപ്ഷനിസ്റ്റ് അവിടെ ചെന്നുകൊണ്ട് നമ്മൾ പേയ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടാവും. എന്നാലും ഈ മെഡിക്കലും ഇതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടാണ് വേണം അക്കൗണ്ട് സെക്ഷനിലെ വ്യക്തികൾക്ക് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ. നമ്മൾക്ക് കൊടുക്കുന്ന ഫസ്റ്റ് ഇൻഫോർമേഷൻസ് ആണ് അതൊക്കെ. അപ്പൊ റെഡ്യൂസ് എറർ ഇങ്ങനെ മെഡിക്കൽ ബില്ലുകളെല്ലാം എറർ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മള് ഇപ്പൊ ഇതൊന്നും കൊടുക്കാതെ തന്നെ കൈകാര്യം ചെയ്ത് കുറെ കഴിഞ്ഞ് പൈസ വരുമ്പോഴാണ് നമുക്ക് ആ യൂത്ത് ഇൻഷുറൻസ് ഉണ്ട്, ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് അത് അങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ്ലി നമ്മൾ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ CRM വഴി കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ ഓട്ടോമേഷൻ ഓർ SMS മേക്ക് ഷുവർ ദാറ്റ് timely response are sent to a patient's inbox after they take action in some way. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി SMS-ഓ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ അനുസരിച്ച് എന്താ പറയാ SMS ഒക്കെ ഇൻബോക്സിലൊക്കെ വന്ന് കിടക്കും. ഈ സംഭവം നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇമെയിൽ അയക്കാനും SMS അയക്കാനൊക്കെ ആയിട്ട് സൗകര്യം ഉണ്ടാവും. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ടൈമില് ഡോക്ടറെ കാണാം, ഈ അപ്പോയിന്റ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ ഇതിന്റെ റിപ്പോർട്ട് നമുക്ക് ഇന്ന സമയത്ത് മേടിക്കാം, അങ്ങനെയുള്ള ഇമെയിലോ ഇതൊക്കെ SMS വഴിയൊക്കെ നമുക്ക് ലഭ്യമാക്കാനായിട്ട് സാധിക്കും. CRM software will allow you to segment your patients based on their health issues, location, age, gender. അപ്പൊ ഇതേമാതിരി തന്നെ നമ്മള് മനസ്സിലായി ആദ്യം തന്നെ അവരിങ്ങനെ പല പല വിഭാഗങ്ങളായിട്ട് സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ വിഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്തു. അത് നമ്മളുടെ പേര് ചോദിക്കും, ലൊക്കേഷൻ ചോദിക്കും, ഏജ് ചോദിക്കും, ജെൻഡർ ചോദിക്കും, അതേമാതിരി തന്നെ നമ്മുടെ ഇൻഷുറൻസ് പോളിസി അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കും. അങ്ങനെ നമുക്ക് നമ്മൾ മെഡിസിൻ കിട്ടുന്ന വ്യക്തിയാണോ, ആദ്യമായിട്ടാണോ ഡോക്ടറെ കാണുന്നത്, അങ്ങനെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ടായിരിക്കും CRM രൂപകൽപ്പന ചെയ്തേക്കുന്നത്. CRM ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഇത് ഓൾസോ കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. ഇത് കണക്ട് ആണ്, അതായത് നമ്മള് കയറുമ്പോൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലായിടത്തേക്കും ഫങ്ഷൻസ് കൈകാര്യം ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയാൻ കാരണം എന്താ, നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ച് ക്വിക്ക് ആക്ഷൻസ് എടുക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. ബില്ലിന്റെ കാര്യത്തിലാണെങ്കിലോ, ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലോ, ഡോക്ടേഴ്സിനെ പെട്ടെന്ന് കാണേണ്ട വ്യക്തിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ റിപ്പോർട്ട്സുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും, ഇങ്ങനെ പല പല ഗുണങ്ങൾ ഈ CRM വഴി കിട്ടുന്നുണ്ട്. അതാണ് ഈ CRM സോഫ്റ്റ്വെയറിന്റെ ഗുണങ്ങൾ. അഡ്വാൻറ്റേജസ് എങ്ങനെയാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഹലോ, കേട്ടിരിക്കുക മാത്രാണോ? മനസ്സിലാവുന്നുണ്ടോ? ആറാമത്തെ ഒന്ന് പറയാവോ? സിക്സ്ത് സെന്റൻസ് ഒന്ന് പറയാവോ? Improve communication, email automation or SMS makes sure that timely responses are sent to patients' inbox after they take action in some way. നമ്മൾ പറയല്ലേ, നമ്മുടെ ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് പറയും, വേണ്ട നിങ്ങൾ വന്ന് മേടിക്കണം എന്നൊന്നില്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ SMS വന്നോളും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇമെയിൽ ID തന്നാൽ മതി, നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് നിങ്ങളുടെ ഇമെയിലിൽ വന്നോളും, അങ്ങനെ പറയൂലേ. അതായത് നമുക്ക് എന്തെങ്കിലും ഡോക്ടറെ കണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെക്കപ്പ് ചെയ്തിട്ട് അതിന്റെ ഇൻഫോർമേഷൻസ് അതെന്ത് ചെയ്യും, SMS വഴി സെൻഡ് ചെയ്യാനും, ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ വഴി അറിയിക്കാനും ഈ സോഫ്റ്റ്വെയർ വഴി, അതായത് ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രമേ ഉള്ളൂ.
ഇത് നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ CRM സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി വല്ല ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോൾ ഈ CRM സോഫ്റ്റ്വെയർ കംപ്ലീറ്റഡ് ആണോ എന്നൊക്കെ അവരെ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കോ. ഇതാണ് സംഭവം. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് അവരെ കളക്ട് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ വഴിയാണ്. ഈ സോഫ്റ്റ്വെയർ അതിന്റെ പേരാണ് ഈ CRM, അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, അവിടുത്തെ കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് നെയിം ഉണ്ട്, ജെൻഡർ ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അഡ്രസ് ഉണ്ട്, സിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ OP നമ്പർ ഒക്കെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡേറ്റ് കൊടുക്കുന്ന കണ്ടോ, അതിന്റെ പേര് കൊടുക്കുന്നു. മെയിലാണോ ഫീമെയിൽ ആണോ, ഡേറ്റ് എന്നാണ്, പിന്നെ അഡ്രസ് എന്താണ്, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു. അതിന് നെക്സ്റ്റ് നമുക്ക് എത്രയെങ്കിലും ക്ലിയർ ആയിട്ട് വായിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിലും മനസ്സിലാക്കാം. അവസാനം അവിടെ ഇങ്ങനെ ഈ ഡേറ്റും വന്ന സമയം ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരിങ്ങനെ റെഫർ ചെയ്യുന്നുണ്ട് ഏത് ഡോക്ടർക്കാണെന്നുള്ളൊരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. അതാണ് അതിൽ പറയുന്നത്. അപ്പൊ അതും കൂടി അവര് ഇതിന്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് അവരിങ്ങനെ റെഫർ ചെയ്യും. പിന്നെ ഏത് വിഭാഗമാണെന്ന് അറിയാനായിട്ടാണ് അവരിങ്ങനെ നമ്മളെ ഇതൊക്കെ കൊടുത്ത് അവരിങ്ങനെ ഡേറ്റ് ഒക്കെ നോക്കി ടൈമൊക്കെ കൊടുത്തിട്ട് പിന്നെ അവരത് ഏത് വിഭാഗമാണ്, ന്യൂട്രീഷൻ വിഭാഗമാണോ, അതിന് ഡെന്റൽ ഭാഗമാണോ, ഓർണിത്തോളജി ആണോ, കാർഡിയോളജിസ്റ്റ് ആണോ, നെഫ്രോളജി ആണോ, ന്യൂറോളജി ആണോ, അങ്ങനെ എന്താ പറയാ ഞരമ്പിന്റെ വിഭാഗമാണോ, നമുക്ക് എന്താ പറയാ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആണ്. ഇത് ഏത് വിഭാഗത്തിലാണോ ഇത് കാണിക്കണേ. അത് അവര് നമുക്ക് മനസ്സിലാക്കി തരും. ഇത് നിങ്ങൾ ഓർണിത്തോളജി വിഭാഗത്തിൽ കാണിക്കണം, ഇത് ഞരമ്പ് വിഭാഗത്തിൽ ന്യൂറോളജിനെ കാണിക്കുക, അല്ലെങ്കിൽ ഇത് യൂറിനറിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഡയാലിസിസ് അതുമായി ബന്ധപ്പെട്ട നെഫ്രോളജിനെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. അങ്ങനെയൊക്കെ നമുക്ക് ഇതിലൂടെ അവരെ സജസ്റ്റ് ചെയ്ത് തരികയാണ്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് അവര് ഹോസ്പിറ്റലിലുള്ളവരും മനസ്സിലാക്കുന്ന ഈ വിഭാഗത്തിലേക്ക് ഇത്ര പേഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാനില്ല. അതിങ്ങനെ ഈ എന്താ പറയാ സിസ്റ്റർ എടുത്ത് നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ അതിന്റെ പേഷ്യൻസ് ഇവിടേക്ക് വരുന്നുണ്ട്, ഇത്ര അപ്പോയിന്റ്മെന്റ്സ് ഇതിലുണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മളാണ് ഫ്രണ്ടിൽ വന്നോ ഫ്രണ്ട് ഓഫീസിൽ വന്നോ നമ്മൾ ചൂസ് ചെയ്യാണ് നമ്മുടെ അസുഖങ്ങൾ ഇതാണ്. അപ്പൊ ഇതിലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്വിക്ക് ആക്ഷൻ ഉണ്ടെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പെട്ടെന്ന് സെൻഡ് ചെയ്യാണ്. ഇത് ക്വിക്ക് ആക്ഷൻ ആണ്. പെട്ടെന്ന് ഡോക്ടർ വരണം, പെട്ടെന്ന് ഇന്ന കാര്യങ്ങളാണ് ഇവിടെ ഇൻഫോം ചെയ്തിരുന്നത്. അപ്പൊ ഈ CRM സോഫ്റ്റ്വെയർ വഴിയാണ് ഇത് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് വഴിയാണ് അത് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇൻഫോർമേഷൻസ് നമ്മുടെ തെരഞ്ഞെടുപ്പിലും ഈ ഫ്രണ്ട് ഓഫീസിലെ റിസപ്ഷനിസ്റ്റ് ആണ് അത് കൈകാര്യം ചെയ്യാറ്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ഇത്രയും 2 അപ്പോയിന്റ്മെന്റ്സും ഇതും എന്താ പറയാ നമ്മുടെ. ഓക്കെ, the next vital functions of the front office. ഇനി സമയം ഇതും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലെ പ്രധാനപ്പെട്ട ഫങ്ഷൻസും കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് അവരൊന്നുകൂടി നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ്. ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. കസ്റ്റമറിന്റെ ആവശ്യം, നീഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ എന്ത് ആവശ്യമാണെന്ന് അനലൈസ് ചെയ്ത് അവർ വേർതിരിച്ച് തരുന്നു, എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു. അതിന്റെ പ്രോബ്ലംസ് നമ്മുടെ പ്രോബ്ലംസും എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കി തരികയാണ്. ടു ഐഡന്റിഫൈ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കി തരും. റെക്കഗ്നൈസ്, അതായത് അവരുടെ ഫംഗ്ഷൻ ആണ്. ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവരുടെ പ്രവർത്തനങ്ങളാണ് ഈ പറയുന്നത്. Recognize the most common reasons for customer complaints. അതേമാതിരി തന്നെ എപ്പോഴും നമുക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കില്ല മാത്രമല്ല, നമ്മളുടെ കംപ്ലൈൻസും എനിക്ക് അവിടെ ചെന്നിട്ട് പറ്റുന്നില്ല, പെട്ടെന്നൊന്നും ഈ സർവീസുകളൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈൻസും നമ്മളിവിടെ മോസ്റ്റ് കോമൺ റീസൺ എന്തൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് റീസണുകളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. റെക്കഗ്നൈസ് ചെയ്ത് വിവരിച്ച് കൊടുക്കുന്നുണ്ട്. ഡിസ്കവർ ടെക്നിക്സ് ടു cultivate and maintain special customer relationship. നേരത്തെ പറഞ്ഞു ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഫ്രണ്ട് ഓഫീസിലുള്ളവരെ പെട്ടെന്ന് എന്താ പറയുക കുറെ കഴിവുള്ള വ്യക്തികളായിരിക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ആ വ്യക്തിക്ക് കുറെ എന്താ പറയുക ഏബിൾ പേഴ്സൺ ആയിരിക്കണം, മറ്റുള്ള വ്യക്തികളോട്
എന്താ കാമായിട്ടില് കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്ന എല്ലാ ഇൻഫോർമേഷൻസും ഇവർക്ക് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാനും കഴിവുള്ള വ്യക്തികളായിരിക്കണം. കസ്റ്റമർ റിലേഷൻഷിപ്പിൽ നല്ല ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കണം. നമ്മൾ പറയുന്നത് അന്ന് ക്ലാസ് എടുത്തിട്ട് പറഞ്ഞ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം പേഷ്യന്റിനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത് ഡിസ്കവർ ടെക്നിക് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. Assess your communication style and use two-way communication skills to level with the people to accept feedback from them and to discuss the problem. So, നമ്മളൊരു ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് നമ്മൾ ചെല്ലാം. നെക്സ്റ്റ് വീണ്ടും ആ ഡോക്ടറിന്റെ കാണാനായിട്ട് വീണ്ടും പോവുകയാണ്. അപ്പൊ എന്താ പറയാ റിസപ്ഷനിസ്റ്റ് നമ്മളോട് ചോദിക്കണം എങ്ങനെയുണ്ടായിരുന്നു കണ്ടിട്ട്, ഇമ്പ്രൂവ്മെന്റോ അല്ലെങ്കിൽ ബെറ്റർ ആണോ, എന്താണ് ഇപ്പൊ സ്ഥിതി എന്നൊക്കെ നമ്മളോട് ചോദിക്കില്ലേ. അപ്പൊ അത് തന്നെയാണ് പറയാനുള്ളത്. ഈ കമ്മ്യൂണിക്കേഷൻ നന്നായിരിക്കണം. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് അവരൊന്ന് അനലൈസ് ചെയ്യണം. ആൻഡ് ടു ഡിസ്കസ് ദ പ്രോബ്ലം, വീണ്ടും ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്നുള്ളത് കൂടി ഡിസ്കസ് ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന ഈ ഇതുകളാണ് എന്താ പറയുക, ചിലപ്പോ ഈ ഒരു പ്രാവശ്യം മെഡിസിൻ കൊടുത്ത് വീട്ടിൽ പോയി പ്രശ്നം ചിലപ്പോൾ ഗുരുതരമായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടെങ്കിൽ. അപ്പൊ പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ട അപ്പോയിന്റ്മെന്റ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവരെ ചോദിക്കുന്നത്. ഫ്രണ്ട് ഓഫീസിലുള്ള വ്യക്തിക്ക് തന്നെയാണ് അപ്പോഴും ഇൻഫോർമേഷൻസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച പോയ ഒരു പേഷ്യന്റ് ആയിരിക്കാം. അപ്പൊ അതാണ് ചോദിക്കുന്നത്. ഒരു ഫീഡ്ബാക്ക് ചോദിക്കുക, അതിനുശേഷം ഡിസ്കസ് ദ പ്രോബ്ലം. ഇപ്പോ നിലവിൽ എന്താണ് പെട്ടെന്നുള്ള പ്രോബ്ലം എന്താണ്, ഇപ്പൊ നിലവിൽ പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി അതില് കൈകാര്യം ചെയ്യുന്നു. അവരും അത് ഫ്രണ്ട് ഓഫീസിലെ ഒരു എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഫ്രണ്ട് ഓഫീസിൽ പ്രധാനമായിട്ട് എടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ് കാര്യമാണത് അല്ലെ. പേഷ്യന്റിന് എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് കെയർ കിട്ടണം. അതാണ് നമ്മുടെ എല്ലാ പേഷ്യൻസിന്റെ ആഗ്രഹം. അപ്പൊ ആ കെയറിന് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഈ റിസപ്ഷനിസ്റ്റ് ഇത് കളക്ട് ചെയ്യുന്നത്. ഫീഡ്ബാക്കും ഇപ്പോഴത്തെ പ്രോബ്ലം കളക്ട് ചെയ്യുന്നത്. Identify specific problems in your customer service program and apply treatment. അത് തന്നെ ഇവിടെ അടുത്ത പറയുന്നത് ഐഡന്റിഫൈ സ്പെസിഫിക്, ഇപ്പോഴത്തെ സ്പെസിഫിക് പ്രോബ്ലം എന്താണെന്ന് കസ്റ്റമറിൽ നിന്ന് ചോദിച്ചറിയാൻ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ദ ട്രീറ്റ്മെന്റ്. എന്നിട്ട് അതിനുശേഷമുള്ള ട്രീറ്റ്മെന്റ് എന്തായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടും ഇവര് കേപ്പബിൾ ആയിരിക്കണം. എന്താണെന്ന് തീരുമാനിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാനായിട്ട് ഈ റിസപ്ഷനിസ്റ്റ് തയ്യാറായിരിക്കണം. റിസപ്ഷനിസ്റ്റും ഒരു ഇതുണ്ടല്ലേ, ഇത് ഡോക്ടറിനെ കാണണം എന്നുള്ളതിന്റെ ഒരുമാതിരി കാര്യങ്ങൾ അവതരിക്കാനായിട്ടുള്ള കപ്പാസിറ്റി റിസപ്ഷനിസ്റ്റ് വേണം അല്ലെ. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു റിസപ്ഷനിസ്റ്റ് എല്ലാവർക്കും റിസപ്ഷനിസ്റ്റ് പോലെ ആയിരിക്കരുത്. ഈ റിസപ്ഷനിസ്റ്റിന് കുറെ നോളജും കഴിവുകളും ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഓക്കെ അല്ലെ. ഇപ്പൊ ഈ സെന്റൻസിൽ വീണ്ടും ഇത് വൈറ്റൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഹോസ്പിറ്റലിന്റെ നടത്തിപ്പിനും അല്ലെങ്കിൽ പേഷ്യന്റ് വരാനായിട്ട് പേഷ്യന്റിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് വീണ്ടും ഇത് പറയുന്നത്. നമ്മൾ പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അതായത് നമ്മൾ കുറെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇത് ഇത്തിരി കൂടി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതുകൊണ്ടാണ് അത് പറയുന്നത്. ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്, കസ്റ്റമറിന്റെ ആവശ്യം എന്താണെന്നും പ്രോബ്ലംസ് എന്താണെന്നും അനലൈസ് ചെയ്യണം. റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ഫോർ ദ കസ്റ്റമർ കംപ്ലൈൻസ്. ഇങ്ങനെ വരാനുള്ള ഒരു റീസൺ എന്താണോ അതിന്റെ മാറ്റർ എന്നുള്ളതൊക്കെ റെക്കഗ്നൈസ് മനസ്സിലാക്കി എടുക്കണം. അതെന്താണെന്ന് തിരിച്ചെടുക്കണം. എന്താ പറയുക, വേർതിരിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കണം. ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഒരു സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് എപ്പോഴും കാത്തു സൂക്ഷിക്കണം. Assess your communication style and use two-way communication skill to level with the people to accept feedback from them and to discuss the problem. അവരുടെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തിട്ട് അവരോട് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകണം. ഐഡന്റിഫൈ ദ സ്പെസിഫിക് പ്രോബ്ലം ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ദ ട്രീറ്റ്മെന്റ്. എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടതെന്ന് ആ സ്പെസിഫിക് പ്രോഗ്രാം വെച്ച് സ്പെഷ്യൽ ആയിട്ട് വന്ന ആ ബുദ്ധിമുട്ട് വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ഒരു വൈറ്റൽ ഫങ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷനാണ്. ഓക്കെ ആണോ? ഇപ്പൊ എടുത്ത ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഹലോ, ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ് കഴിഞ്ഞ ഡൗട്ടുകളൊക്കെ ഉണ്ടോ? നമുക്കൊരു 3-5 മിനിറ്റ് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാം. ഇന്നത്തെ ഭാഗം ഒന്നും കൂടി പറയേണ്ട ഏതെങ്കിലും ഭാഗം ഉണ്ടോ?
നമ്മളിപ്പോ ഇന്ന് എടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ സർവീസ് മുതലാണ്. കുറച്ച് ഭാഗം എടുത്തത് കസ്റ്റമർ സർവീസ് നമ്മൾ പറഞ്ഞു. ഒരു സാധാരണ നമ്മുടേതായ വീടുകളിലൊക്കെ നമ്മൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു സർവീസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്താണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടുന്ന ചെറിയൊരു സർവീസ് എന്താണെന്നുള്ളതും പറഞ്ഞു. പിന്നെ എന്താണ് CRM, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചത്. CRM എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ CRM സോഫ്റ്റ്വെയർ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാ? ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. CRMന്റെ ഫുൾ ഫോം നോക്കണം. CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ആ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ഹോസ്പിറ്റലിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. നമ്മളുടെ പേഷ്യന്റിന്റെ റിലേഷൻഷിപ്പ് ആണ് മാനേജ്മെന്റ്. ആ ഹോസ്പിറ്റലുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ എന്തിലുള്ളത് CRM-ല് കൂടുതലായിട്ടും മെയിനായിട്ടും റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെ, സൂക്ഷിച്ചു വെക്കുന്നത്. ഇതെപ്പോഴും സീക്രസി ആയിരിക്കും. ഈ ഇൻഫോർമേഷൻസിന്റെ ബേസിലായിരിക്കും ഡോക്ടേഴ്സിനെ ഈ ഹോസ്പിറ്റലിൽ ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തൊക്കെ എക്വിപ്മെന്റ്സ് യൂസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഏത് ഡോക്ടർ, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ്, എന്തൊക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് CRM വഴിയാണ്. ഓക്കെ, CRM വഴി തന്നെയാണ് ബിൽ പേയ്മെന്റിലും, അതായത് ഈ പേഷ്യന്റിന് എന്തെങ്കിലും ഇൻഷുറൻസ് ക്ലെയിമോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതും ഈ CRM-ൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ബേസ് ചെയ്താണ്. അപ്പൊ CRM എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രോഗം നിർണയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് ആണ് നമ്മളോട് കൊടുക്കുന്നത്. പിന്നെ നേരെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ ചെല്ലുന്നത്, നമ്മൾ എല്ലാ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല, അല്ലെ. നമുക്ക് വിശേഷപ്പെട്ട ഡോക്ടർ ഏതാണെന്ന് നിർണ്ണയിക്കാനനുസരിച്ച് ആ ഡോക്ടറെ നമ്മൾ കാണുന്നത്. പിന്നെ ഡോക്ടേഴ്സിനോട് ഡീറ്റെയിൽസ് പറയുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ഇന്ന ഡോക്ടറെ കാണാം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഡോക്ടറെ കാണേണ്ടതെന്ന് പറയും, അല്ലെ. നമ്മൾ കൊടുക്കുന്ന ജസ്റ്റ് ഇൻഫോർമേഷൻസിന്റെ ബേസിലായിട്ട് ഈ റിസപ്ഷനിസ്റ്റ് നമ്മളിങ്ങനെ സംതിക്കായിരിക്കും. വീണ്ടും നമ്മൾ കൂടുതൽ ഇൻഫോർമേഷൻസ് എന്താ ഡോക്ടറായിട്ട് പങ്കുവയ്ക്കും. അപ്പൊ ഡോക്ടർ പറയും എന്തെങ്കിലും ചിലപ്പോൾ മാറ്റി കാണിക്കേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അഡീഷണൽ കാണിക്കേണ്ടതുണ്ടെങ്കിൽ അവരെ കൂടി കാണിക്കാൻ, ചിലപ്പോൾ നമ്മൾ സ്കാനിങ്ങിനോ മറ്റെന്തെങ്കിലും എക്സ്റേക്കോ ഒക്കെ അവർ വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ റെഫർ ചെയ്യും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ഇൻഫോർമേഷൻസ് റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ഈ CRM സോഫ്റ്റ്വെയറിലൂടെയാണ്. CRM-നെ കുറിച്ച് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാം. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തൊക്കെ വെക്കാം. എന്താ പറയാ, അതിന്റെ ഫുൾ ഫോമും അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും ചെറിയ ചെറുതായിട്ട് മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയില്ല. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതെന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്, CRM വഴി എന്തൊക്കെ ഉപകാരങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഡോക്ടേഴ്സിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും, എക്വിപ്മെന്റ്സ് ഒക്കെ എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾക്ക് കുറെ കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് പറ്റും. അതേപോലെ തന്നെ എന്താ പറയാ മെഡിക്കൽ ബില്ലുകളുടെ അളവൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താ പറയാ അവർക്ക് എല്ലാവരായിട്ടും കണക്ട് ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കും. പിന്നെ അതിന്റെ എന്തൊക്കെയാണെന്നുള്ളൊരു ഫോർമാലിറ്റി കാണിച്ചു, അതായത് CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിള്, പിന്നെ അപ്പോയിന്റ്മെന്റിന്റെ ഡീറ്റെയിൽസ്, നമുക്ക് ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ അതുമായി അതിനുശേഷം വീണ്ടും വൈകിട്ട് ഫങ്ഷൻസ് എന്നുള്ള മെയിൻ ഹെഡിങ്ങില് ഫ്രണ്ട് ഓഫീസിൽ ഉള്ള വൈകിട്ട് ഫങ്ഷൻ കാണിച്ചു. അതുകൊണ്ട് എന്താ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ വ്യക്തിക്ക് അതായത് പേഷ്യന്റിന് വീണ്ടും പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ട് പെട്ടെന്ന് വീണ്ടും ഡോക്ടറിനെ എമർജൻസി കാണിക്കേണ്ടതുണ്ട് എങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ പേഷ്യന്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളക്ട് ചെയ്ത് കൃത്യസമയത്ത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചുമതല ഫ്രണ്ട് ഓഫീസിനുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുന്നു. അല്ലെ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും പേഷ്യൻസിന് എപ്പോഴും കെയർ കിട്ടുന്ന ഒരു സംഭവമായിരിക്കണം, അല്ലെ. നമ്മളിപ്പോ ഒരു പ്രാവശ്യം കണ്ട് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകണമെങ്കിൽ അവിടുന്ന് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോഴും നമുക്ക് നല്ല കെയർ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിൽ ഉറപ്പ് എടുക്കണം, അല്ലെ. അതുകൊണ്ടാണ് അത് വൈറ്റൽ ഫങ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ ഇനി എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് പറയാനുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എല്ലാവരും റൈസ് ഹാൻഡിൽ എനിക്ക് നിൽക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? റൈസ് ഹാൻഡ് മീൻസ് തംസപ്പ് ഇട്ട് നിൽക്കുന്ന ഞാൻ പറഞ്ഞത് കേട്ടോ.
ഒന്നും പറയുന്നില്ല, ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ക്ലിയർ അല്ലേ? ഇന്നടുത്ത പോർഷൻസ് ഞങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ് മാം. ഇങ്ങനെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലേ? എന്റെ ക്ലാസ് ഇങ്ങനെ തന്നെ പോണതല്ലേ ബെറ്റർ? യെസ് മാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ ഇങ്ങനെ നമുക്ക് പോവാം. നമുക്ക് ഇനി കുറച്ച് കൂട്ടി എടുക്കാം കേട്ടോ. പോർഷൻസ് ഒക്കെ എല്ലാവരും തന്നെ നല്ല കാര്യം തന്നെ പറയുന്നുണ്ട്. നമ്മുടെ സമയം ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മുകളിലൊക്കെ ഞാൻ പറഞ്ഞ മാതിരി മുകളിലൊക്കെ അതിന്റെ ഓക്കെ ഇച്ചിരി കൂടി ഉറക്ക പറയണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കാട്ടോ. പരമാവധി ഉറക്കെ പറയാൻ നോക്കാം. സ്ക്രീന് ഒന്ന് ഷോർട്ട് ആക്കി നോക്കട്ടെ. ഓക്കെ, നിങ്ങൾ പറയുന്ന കമന്റ് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് നോട്ടോ. അപ്പൊ ഞാൻ അവർക്ക് പറയാൻ ശ്രമിക്കാം. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തേണ്ടത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എന്നാൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇതിൽ മുകളിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ടോ? എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് എന്താ പറയുക, എന്തെങ്കിലും മീനിങ്സ് ചെയ്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ മീനിങ് എഴുതി പോകുന്നുണ്ടോ? യെസ്, ഉണ്ടെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് മാത്രം ഇത് മാത്രമാണ് ശരിക്കും പഠിക്കേണ്ടതുള്ളൂ. എക്സാമിന് ഇത് മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് സ്പെഷ്യൽ നോട്ട്സ് ഒന്നും തരാത്തത്. അപ്പൊ നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അതിന്റെ മുകളിൽ എഴുതി വെക്കാനും നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ്. പ്രധാനമായിട്ടും ചോദിക്കുന്ന ഭാഗങ്ങൾ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്, ഞാൻ ഈ ചാപ്റ്ററിൽ ഈ CRM-ഉം പിന്നെ ഏത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് കട്ടായി പോയി, കിട്ടിയില്ല. ഇതിന് മുമ്പ് എന്ത് പറഞ്ഞൊരു 5 മിനിറ്റ് മുമ്പ് ഞാൻ കേട്ടില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോന്നൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. പിന്നെ ക്ലാസ് എങ്ങനെ നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നോട്ട് ചെയ്ത് വെക്കാന്ന് പറഞ്ഞത് ഈ പ്രിന്റ് നോട്ട് തന്നെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിന്റെ അണ്ടർലൈൻ ചെയ്ത് വെക്കാനും അതിന്റെ മീനിങ്സും മുകളിൽ നോട്ട് ചെയ്ത് വെക്കാനും മാത്രമേ പറഞ്ഞു. മാം, ഇന്നത്തെ ഭാഗം എടുത്തതിൽ ഏതൊക്കെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. സ്പെഷ്യൽ അണ്ടർലൈൻ ചെയ്യാനൊന്നും പറയുന്നില്ല. ഞാൻ സ്പെഷ്യൽ വേർഡ്സ് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്ത് വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്. ഓക്കെ, സൗമ്യ എന്തോ മനസ്സിലാവുന്നില്ല, ക്ലിയർ ആവുന്നില്ല. സൗമ്യ അവർക്ക് പറയും. ഇതെല്ലാ സമയം മാത്രമേ അവിടെ എന്തോ വേറൊരു ഡിസ്റ്റർബൻസ് എന്തോ ഒരു സൗണ്ട് കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. സമയമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ ഓക്കെ, ബൈ. Okay, ma'am. Bye. നമുക്ക് അഡീഷണൽ ആയിട്ട് കമ്പ്യൂട്ടർ പഠിക്കേണ്ട കാര്യമുണ്ടോ മാം? എനിക്ക് ഒരു സംഭവം ഇല്ല. നമുക്കൊരു ഒരു ചാപ്റ്റർ വരുന്നുണ്ട് കമ്പ്യൂട്ടർ ഫ്രണ്ട് ഓഫ് ബേസിക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞുകൊണ്ട്. അത് കമ്പ്യൂട്ടർ മനസ്സിലാക്കാൻ സാധിക്കും. മിസ് ക്ലിയർ ആവുന്നില്ല, ഡിസ്റ്റർബൻസ് ഉണ്ട് സൗണ്ടില്. എന്തോ സൗണ്ട് ഡിസ്റ്റർബൻസ്. ആരും അൺമ്യൂട്ട് ചെയ്തിരിക്കണം, തീരെ ക്ലിയർ ആവുന്നില്ല പറയുന്നത്. ഇപ്പോ ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തേക്കണം, അതുകൊണ്ട് ഡിസ്റ്റർബ് ആയിരിക്കും. ഇത്ര നേരം എല്ലാവരും അൺമ്യൂട്ട് ആയിരുന്നില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ടാണ് പലരും അവരവന്റെ റീസൺസ് പറയാൻ വേണ്ടിയിട്ട് അൺമ്യൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ക്ലാസ് എടുക്കുന്ന നേരത്തെ ഞാൻ അങ്ങനെ അനുവദിക്കാറില്ല, കാരണം നമുക്ക് ഡിസ്റ്റർബ് ആകുമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എന്തെങ്കിലും ക്ലിയർ ആവുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഒന്നിച്ച് കുറച്ച് പേര് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഡിസ്റ്റർബ് ആയത്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ. ഓക്കെ മാം, താങ്ക് യു മാം. Okay, ma'am. Thank you, ma'am. Okay. Thank you, ma'am.